ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതാ നമ്മുടെ സൂപ്പർ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡിയായി കഴിഞ്ഞു. വളരെ രുചികരമാണ്, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് സാധാരണ നമ്മൾ കറിക്ക് ഉരുളക്കിഴങ്ങ് എടുത്ത ശേഷം തൊണ്ട് ദൂരെ കളയാറാണ് പതിവ്. ഇന്ന് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് ഉപയോഗിച്ച് ഒരു കിടില സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് പീലർ ഉപയോഗിച്ച് ചെത്തിയെടുക്കാം. നമ്മൾ തൊലി ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൊലി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ കഴുകിയെടുത്ത തൊണ്ട് ടിഷ്യൂ പേപ്പറിനകത്തേക്ക് നമുക്ക് വയ്ക്കാം. ഇതിന് വെള്ളം മുഴുവനും തോർത്തിയെടുക്കണം. ഉരുളക്കിഴങ്ങ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. വെള്ളമൊക്കെ തോർത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി ആരും ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് കളയേണ്ടതില്ല. അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വിഭവം ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് അല്പം മുളക് തരിയും ഇത്തിരി ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതാ നമ്മുടെ സൂപ്പർ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡിയായി കഴിഞ്ഞു. വളരെ രുചികരമാണ്, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ.